ഈ ഇൻ ദിസ് സെഗ്മെൻറ്റ് ഓഫ് പെയിൻ ആൻഡ് പാൻഡമിക് പറ്റിയൊരു തലക്കെട്ടാണ് കേട്ടോ. ദ ടൈറ്റിൽ ഫോർ മെഡിറ്റേഷൻ, അൺസർട്ടൻ ഡേയ്സ് ബട്ട് അൺഫെയിലിംഗ് ലോഡ്. അനിശ്ചിതമായ ദിനങ്ങളാണ്, പക്ഷേ ജയാളിയായ കർത്താവാണ്. യേശു ക്രിസ്തുവിന് തോൽക്കാൻ അറിയാത്തത് കൊണ്ട് നാം നിശ്ചയമായിട്ട് ജയിക്കുക. അപ്പോൾ ഈ ബട്ട് എന്ന പദം എനിക്ക് വളരെ ഇഷ്ടം. അൺസർട്ടൻ ഡേയ്സ് ബട്ട് അൺഫെയിലിംഗ് ലോഡ്. ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20 അവിടെ ഒരു ബട്ട് ഉണ്ട്. അത് ജോസഫ് പറയുന്ന, പഴയ നിയമത്തിലെ വിശുദ്ധനായ യോസെഫ് പറയുന്നതാണ്. യോസഫിനെ കുറിച്ച് പറയുമ്പോൾ 3 പദങ്ങളാണ്: പിറ്റ്, പ്രിസൺ, പാലസ്. സഹോദരന്മാർ ഉന്തി കുഴിക്കകത്ത് ഇട്ടു, പിറ്റ്. പിന്നെ പോത്തിഫറിൻ്റെ ഭാര്യ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്ത് ഈ മനുഷ്യനെ കള്ള സാക്ഷികളൊക്കെ ഉണ്ടാക്കി സാക്ഷ്യം പറഞ്ഞ് പ്രിസൺ, അഴി, കുഴി, അഴി, അവിടുന്ന് വാഴുന്ന സിംഹാസനം, പാലസ്, പിറ്റ്, പ്രിസൺ, പാലസ്. ഈ യോസഫ് തൻ്റെ ജീവിതത്തെ ഒരൊറ്റ വാക്യത്തിൽ ഒരു പ്രോമിസായിട്ട് പറയുന്ന ഭാഗമാണ് ജനസിസ് ചാപ്റ്റർ 50 വേഴ്സ് 20. 50-20 ഉൽപ്പത്തി. സഹോദരന്മാരെ, നിങ്ങളെനിക്ക് ദോഷമായത് പലതും നിരൂപിച്ചു, ദൈവമോ എനിക്കത് ഗുണമാക്കി തീർത്തു. But God, you meant evil against me, brothers, but God meant it for good. But ആമേൻ, സ്തോത്രം. അങ്ങനെ ആമേൻ, ഏത് പ്രയാസം വന്നാലും അതിലിടപെടുന്ന ഈ ഭൂമി തീക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്ന, ഇറ്റ് ഈസ് കെപ്റ്റ് ഫോർ ഫയർ. അതുകൊണ്ട് ഈ പാൻഡമിക്കിലൊന്നും ഇത് നശിച്ചു പോകുകയില്ല. ഇന്ന് ഈ ഒരു തലക്കെട്ട് ചിന്തിക്കുമ്പോൾ, വെൻ അൺസർട്ടൻ ഡേയ്സ് കം, യാതൊരു നിശ്ചയവുമില്ലാത്ത പ്രതികൂലങ്ങളുടെ ദിവസങ്ങൾ വരുമ്പോൾ എങ്ങനെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണമെന്ന് പഠിപ്പിക്കുന്ന 12 അധ്യായങ്ങളുള്ള ഒരു പുസ്തകമുണ്ട് പഴയ നിയമത്തിൽ. ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ് that comes between Proverbs and Song of Songs, written by Solomon, King Solomon. അതിനകത്ത് how we have to relate, ജീവിതത്തിൽ എന്തു ബന്ധം കർത്താവുമായി, എങ്ങനെയുള്ള തിരുത്തുകൾ, ഇതെല്ലാം പഠിപ്പിക്കുന്നുണ്ട്. വാട്ട് വി ലേൺ ഇൻ പെയിൻ വി വിൽ നോട്ട് ഫോർഗെറ്റ്. വേദനയോടെ പഠിക്കുന്ന പാഠങ്ങളെ നമ്മൾ മറക്കൂ? ഇല്ലല്ലോ. ഒരു കൊച്ചു കുഞ്ഞിനോട് പറഞ്ഞു, മോനെ, ആ നിൽക്കുന്ന ചില്ലി പ്ലാന്റ്, കാന്താരി മുളകിൻ്റെ ചെടി കണ്ടോ, അത് പറിച്ച് തിന്നല്ലേ. കുഞ്ഞു വിചാരിച്ചു അത് സ്ട്രോബെറിയുടെ രുചി കാണുമെന്നും പറഞ്ഞ് ചെന്ന് പറിച്ചു. ഇനി നെവർ അഗെയിൻ, മതി. വാട്ട് വി ലേൺ ഇൻ പെയിൻ വി വിൽ നോട്ട് ഫോർഗെറ്റ്. മോനെ, ആ ഒരു ഓപ്പൺ ഫ്ലെയിം കണ്ടോ, പോയി തൊടല്ലേ, പൊള്ളും, തൊടല്ലേ. അവൻ പോയി തൊട്ടു. നെവർ അഗെയിൻ, വാട്ട് വി ലേൺ ഇൻ പെയിൻ വി വിൽ നോട്ട് ഫോർഗെറ്റ്. ഈ ശലോമോൻ രാജാവ് തൻ്റെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ അകന്നുപോയി മറ്റു പലതും കേന്ദ്രമായി ജീവിച്ചപ്പോൾ അവൻ്റെ ജീവിതത്തിൽ പരാജയം വന്നു. സോങ് ഓഫ് സോങ്സ്, ഉത്തമഗീതം, ശലോമോൻ രാജാവ് എഴുതിയത് തൻ്റെ യൗവനകാലത്താണ്. സദൃശ്യവാക്യങ്ങൾ, പ്രോവർബ്സ് എഴുതിയത് തൻ്റെ മധ്യവയസ്സിലാണ്, മിഡിൽ ഏജിലാണ്. എന്നാൽ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ് എഴുതിയത് സൺസെറ്റ് ഇയേഴ്സ്, സീനിയർ ഇയേഴ്സ്, ജീവിതത്തിൻ്റെ അങ്ങേയറ്റം ചെന്നപ്പോൾ ഇൻ ഹിസ് ഓൾഡ് ഏജ് തിരിഞ്ഞു നോക്കി, അയ്യോ, എൻ്റെ ജീവിതത്തിലെ പരാജയങ്ങളുടെ കാരണം ഇതാണല്ലോ എന്ന് തിരിച്ചറിഞ്ഞ് അത് ദൈവാത്മാവ് എഴുതിപ്പിച്ചു ശലോമോനെ കൊണ്ട്. നമുക്കത് നമ്മുടെ ഭാഷയിൽ കിട്ടി. എന്തിനാണെന്നറിയോ? തോറ്റ് പഠിക്കാനല്ല, ജയത്തിൻ്റെ പ്രമാണങ്ങൾ, മാറിപ്പോകാത്ത ജയാളിയായ കർത്താവിനോട് ചേർന്ന് നിന്ന് എങ്ങനെ ജയിക്കാം എന്ന് പഠിപ്പിക്കുന്ന ഭാഗമാണ് ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ്. അപ്പോൾ ഈ പുസ്തകത്തിൽ ഒരു ടെർമിനോളജി പലരും തെറ്റിദ്ധരിക്കും. ആ പദമാണ് മലയാളത്തിൽ മായ, ഇംഗ്ലീഷിൽ വാനിറ്റി അല്ലെങ്കിൽ മീനിങ്ലെസ്, മായ. അതൊന്ന് പറഞ്ഞിട്ട് ഞാനിതിൻ്റെ പ്രോമിസസിലേക്കും ഒരു പാരബിളിലേക്കും പോകും. അങ്ങനെ ഇന്നത്തെ ധ്യാനം കർത്താവ് ആശീർവദിച്ചു. ചാപ്റ്റർ 1 വേഴ്സ് 2 ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ്. ഹാ മായ, മായ, സകലവും മായയത്രേ. വാനിറ്റി ഓഫ് വാനിറ്റീസ്, ഓൾ ഈസ് വാനിറ്റി. ചിലർ പറയും ഹിന്ദു ഫിലോസഫിയിൽ ഉണ്ടല്ലോ ഒരു മായ, അതാണോ ഇത്? അപ്പോൾ അതുതന്നെയല്ലേ ഇത്? അല്ല, അതല്ല ഇത്. ഹിന്ദുവിസത്തിലെ മായ എന്ന് പറഞ്ഞാൽ ഇല്യൂഷൻ, വിഷ്വലൈസിങ് സംതിങ് ദാറ്റ് ഈസ് നോട്ട് ദെയർ എന്ന് വെച്ചാൽ
അവർ ഇങ്ങനെയാണ് പറയുന്നത്, ഈ കാണുന്ന ഞാൻ ശരിക്കുള്ള ഞാനല്ല, ഈ ഇരിക്കുന്ന മൊബൈൽ ശരിക്കുള്ളതല്ല, ആ ഇരിക്കുന്ന ലാപ്ടോപ്പ് ശരിക്കുള്ളതല്ല. നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻ പീറ്റർ അച്ഛൻ ശരിക്കുമില്ല, അങ്ങനെ ഒരു അച്ഛനേ ഇല്ല, ഞാനില്ല, നിങ്ങൾ കാണുന്ന ഇല്ലാത്ത ഒരു ഞാനാണ്. കൊറോണ, അയ്യോ അങ്ങനെ ഒരു സാധനമില്ല. പല്ലുവേദന വന്നാൽ അയ്യോ പല്ലില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് പല്ലുവേദന? പല്ലുവേദനയുള്ളവനല്ലേ സഹിക്കുന്നത്. അതാണ് അവരുടെ മായ, ഇല്യൂഷൻ. എന്നാൽ സഭാപ്രസംഗിയുടെ പുസ്തകത്തിലെ മായ എന്ന് പറഞ്ഞാൽ ടെമ്പററി റിയാലിറ്റി, താൽക്കാലികമായ യാഥാർത്ഥ്യം. കൊറോണ അതൊരു താൽക്കാലികമായ യാഥാർത്ഥ്യമാണ്. ലോക്ക്ഡൗൺ താൽക്കാലികമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ദർ ഇസ് എ ഗ്രേറ്റർ റിയാലിറ്റി, ഇറ്റേണൽ റിയാലിറ്റി ദാറ്റ് ഈസ് അക്കമ്പനിയിങ് us. ആ റിയാലിറ്റിയുടെ പേരാണ് യേശു ക്രിസ്തു. വിച്ച് റിയാലിറ്റി ഡോമിനേറ്റ്സ് യുവർ അറ്റൻഷൻ? ഏത് യാഥാർത്ഥ്യമാണ് നിങ്ങളെ ഭരിക്കുന്നത്, നിങ്ങളുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നത്? താൽക്കാലികമായ യാഥാർത്ഥ്യമാണോ അതോ നിത്യ യാഥാർത്ഥ്യമാണോ? പ്രൈസ് ദി ലോർഡ്. ഞാൻ 2000 I was in Chhattisgarh among Bison Madia people as a missionary. ആ സമയത്ത് മൺസൂൺ സീസൺ അങ്ങോട്ട് മാറുമ്പോൾ സ്നേക്ക് ബൈറ്റ് ഒത്തിരിയുണ്ട്. ഗോത്രവർഗ്ഗക്കാരെ പാമ്പ് കടിക്കുമ്പോൾ 97 കിലോമീറ്റർ ദൂരെ ജഗ്ദൽപൂർ, അവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അല്ലെ കുറച്ചുകൂടെ സൗകര്യം കുറഞ്ഞ ദന്തേവാഡയിൽ ഒരു ഹോസ്പിറ്റലുണ്ട്, അവിടെ കൊണ്ടുപോകണം. 2 പഴയ രാജദൂത് ബൈക്കുണ്ട്. പാമ്പ് കടിച്ചവനെ ബൈക്കിൻ്റെ പുറയിലിരുത്തും. അപ്പോൾ അക്കാലത്തെ ഡോക്ടേഴ്സ് പറയും സ്നേക്ക് ബൈറ്റ്, പാമ്പ് കടിയേറ്റ് വരുമ്പോൾ കടിച്ച പാമ്പിനെയും കൂടെ കൊണ്ടുവരണം. അപ്പം ഞാൻ പറയും നിങ്ങൾ കടിച്ച പാമ്പിനെയും കൂടെ കൊണ്ടുപോകാം. അപ്പം ഞാൻ ആശുപത്രി കൊണ്ടുപോകാം. അവരൊരു 10-25 പാമ്പിനെ തല്ലിക്കൊന്നിട്ട് പറയും പാതിരി സാബ് ഇഷ്ടമുള്ളതിനെ എടുത്തു. ഞാൻ നല്ല കളറുള്ള ഒരെണ്ണത്തെ എടുത്ത് പ്ലാസ്റ്റിക് കൂടിനകത്താക്കും, ഇവനെ പുറയിലിരുത്തും, വെച്ച് കെട്ടി കൊണ്ടുചെല്ലും. അപ്പോൾ ഡോക്ടേഴ്സ് പറയും രോഗിയെ കൊണ്ടുവരുമ്പോൾ ഓൺ ദ വേ ദേ ഷുഡ് നോട്ട് ബി അലൗഡ് ടു സ്ലീപ്പ്. അതുകൊണ്ട് അവരെ ഉറങ്ങാതിരിക്കാൻ വേണ്ടി ഞാൻ എൻ്റെ എൽബോ കൊണ്ട് പുറയിലിരിക്കുന്നവനെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും. എൻ്റെ 3 പ്രാവശ്യം കൊണ്ടുപോയ ആൾ മരിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം. വിഷം അത്ര ഇൻറ്റൻസ് ആയിരുന്നു അതുകൊണ്ട്. അപ്പോൾ ശവവുമായിട്ട് തിരിച്ചു വരുമ്പോൾ നാട്ടുകാരുടെ ഒരു സ്വീകരണമുണ്ട്. കല്ലെടുത്തെറിയും, മുഖത്ത് തുപ്പും, ചീത്ത വിളിക്കും. ഇവൻ രക്ഷപ്പെട്ടാൽ അങ്ങനെയുള്ളവരും തിരിച്ചു വീട്ടിൽ വരുമ്പോൾ ഈ എൽബോ കൊണ്ടിങ്ങനെ പോക്ക് ചെയ്ത് കുത്തി അവൻ്റെ മുഖത്ത് എന്തെങ്കിലും ചതവുണ്ടെങ്കിൽ അവന് ഒരാഴ്ച മുഴുവൻ വന്ന് ചീത്ത വിളിക്കും. നമ്മൾ നന്മ ചെയ്യുമ്പോൾ തിന്മ തിരിച്ചു കിട്ടുന്നു. കടലോളം നന്മ ചെയ്താൽ തരിയോളം തിരിച്ചു തരാത്ത ഒരു കാലമാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന നെഗറ്റീവ്സ്, ഷെയിം, സഫറിങ് ആൻഡ് സോളിറ്റ്യൂഡ്, അതെല്ലാം ടെമ്പററി റിയാലിറ്റിയാണ്. ആൻഡ് ദർ ഈസ് ആൻ എറ്റേണൽ റിയാലിറ്റി. അത് യേശുക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്. ഒരു നാൾ നശ്വര ലോകം വിട്ടുപിരിയും നാം അതിവേഗം, അങ്ങേ കരയിൽ ചെന്ന് നാം നേടിയതെന്തെന്നറിയും. ഈ നമ്മുടെ അക്കമ്പനിങ് റിയാലിറ്റിയായ കർത്താവുമായി ബന്ധമുണ്ടെങ്കിൽ this faith life is a jolly life. You will enjoy it. ഞാൻ മിഷൻ ഫീൽഡിൽ ആദ്യം ചെന്നപ്പോൾ അവിടെയുള്ള മിഷണറീസ് പറഞ്ഞു, ജോർജ് ഉമ്മൻ നിങ്ങൾക്ക് ഭക്ഷണം, ട്രൈബൽ വിശ്വാസികൾ, ഛത്തീസ്ഗഡിലെ മഡിയ ട്രൈബിലെ വിശ്വാസികൾ ആഹാരം തരുമ്പോൾ സ്തോത്രം പറഞ്ഞ് കഴിക്കണം. ഞാൻ പറഞ്ഞു ഈ ആഹാരം കിട്ടിയാൽ ഞങ്ങൾ റാന്നിക്കാർ അടിപൊളിയായിട്ട് സ്തോത്രം പറഞ്ഞ് കഴിക്കുന്നവരാണ്. അങ്ങനെയാണ് ഒരു ഇലക്കീറിനകത്ത് പകുതി വെന്ത 3 എലി അതിൻ്റെ 6 കണ്ണുകൾ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ സൈഡ് ഡിഷാണ് റെഡ് ആൻഡ് ചട്നി, നീറുകൊണ്ടുള്ള ചമ്മന്തി. അതിനകത്ത് ഫോർമിക് ആസിഡിൻ്റെ ട്രേസസ് ഉള്ളതുകൊണ്ട് മലേറിയ വരാതെ ഒരു ഇമ്മ്യൂണിറ്റി നമുക്ക് കിട്ടും. അതെല്ലാം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും അങ്ങനെ സുശേഷ വേല വഴി സഹമിഷണറിമാരുടെ അധ്വാനം വഴി എത്രയോ പേർ യേശു കർത്താവിൻ്റെ ഒരു രക്ഷണ്യ അനുഭവത്തിലേക്ക് വരുവാനും ഇടയായിത്തീർന്നു. ഞാൻ കർത്താവിനെ സ്തുതിക്കുക. വെയർ ഗോഡ് സെൻസ് ഹി പ്രൊവൈഡ്സ്. അവൻ നമ്മെ വഴി നടത്തി കൊണ്ടു ചെല്ലുന്ന ഇടങ്ങളിൽ അവൻ നമ്മെ നിർത്തുവാനും വിഭവങ്ങൾ തരുവാനും മതിയായ ദൈവമാണ്. ദ മാസ്റ്റർ പ്ലാൻ മേ നോട്ട് ബി ഗിവൺ, ബട്ട് ദ മാസ്റ്റർ വിൽ ബി വിത്ത് യു. വഴിയിലെ എല്ലാ വിവരണങ്ങളും തരികയില്ല. അടുത്ത ആഴ്ച എങ്ങനെ ആയിരിക്കും, ഈ കൊറോണയുടെ പോക്ക് എങ്ങോട്ടാ, ദ മാസ്റ്റർ പ്ലാൻ ഇതൊന്നും തരികയില്ല. ബട്ട് ദ മാസ്റ്റർ വിൽ ബി വിത്ത് യു. അതാണ് ബില്ലി ഗ്രാം സാഹിബ് പറയാറുള്ളത്, നെവർ പീപ്പ് ഇൻ വെൻ എ മാസ്റ്റർ ഈസ് അറ്റ് വർക്ക്. വൈഭവമുള്ള ഒരുത്തൻ പ്രവർത്തിക്കുമ്പോൾ ഒളിഞ്ഞു നോക്കരുത്. പെയിൻറ്റ് ചെയ്യാൻ ഒരാളെ ഏൽപ്പിച്ചു, മൈക്കൽ ആഞ്ചലോ
പുള്ളി ബ്രഷും ക്യാൻവാസും എടുത്ത് പെയിൻറ്റ് ചെയ്യുമ്പം ഈ പുള്ളിക്ക് വല്ലതും അറിയാവോ എന്നുകൊണ്ട് പമ്മി പോയി നോക്കരുത്. നിങ്ങൾ ഏൽപ്പിച്ച വിഷയത്തിനു മേൽ അവൻ പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഹിയർ ഈസ് എ പ്രോമിസ്. ചാപ്റ്റർ 3 എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 3 വേഴ്സ് 11. ഇങ്ങനെയാണ്. അത് ചുമ്മാ വായിച്ച് കളയരുത്. നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുന്നത് നല്ലതാണ്. ഇതറിയാവുന്ന ഒത്തിരി പേരുണ്ട്. എങ്കിലും ഞാൻ അതൊന്ന് തുറന്ന് കാണിക്കാം. ആ പ്രോമിസ് ചാപ്റ്റർ 3 വേഴ്സ് 11. മലയാളം ഇങ്ങനെയാണ്: അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യൻ്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം പ്രവർത്തിക്കുന്ന അത് ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ചാപ്റ്റർ 3 വേഴ്സ് 11, 3:11. ഞാനത് ഒന്ന് നിർത്തി വായിക്കാം. ഹി ഹാസ് മെയ്ഡ് എവ്രിതിങ്. ചാപ്റ്റർ 3 11 ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ്. ഹി ഹാസ് മെയ്ഡ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഇറ്റ്സ് ടൈം. ഒരു പുതിയ പാരഫ്രൈസ് വേർഷനിൽ ഹി ഹാസ് മെയ്ഡ് എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. ഓക്കെ, ആ വാക്യം തന്നെ തുടരുകയാണ്. ഹി ഹാസ് ഓൾസോ സെറ്റ് ഇറ്റേണിറ്റി ഇൻ ദെയർ ഹാർട്ട്സ്, യെറ്റ് they cannot comprehend or fathom what God has done from beginning to end. മനസ്സിലാകാത്ത വഴി കൂടെ കർത്താവ് സകലവും മനോഹരമാക്കും. എപ്പോൾ? നിത്യതയകത്തുണ്ടെങ്കിൽ. ഞാനത് ഇങ്ങനെ പറയട്ടെ. ഇഫ് യു ഹാവ് ഇറ്റേണിറ്റി ഇൻ യുവർ ഹാർട്ട്, ദാറ്റ് മീൻസ് ഇഫ് ജീസസ് ഈസ് ദ റൂളർ ഓഫ് യുവർ തോട്ട് ലൈഫ് ആൻഡ് ഇമോഷൻസ്. ഏറ്റവും വലിയ നേഷൻ അമേരിക്കയോ ഓസ്ട്രേലിയയോ ചൈനയോ ഒന്നുമല്ല. ഏറ്റവും വലിയ നേഷൻ എന്ന് പറഞ്ഞാൽ യുവർ ഇമാജിനേഷൻ. ജീസസ് ദ റൂളർ ഓഫ് യുവർ ഇമാജിനേഷൻ ആൻഡ് തോട്ട് ലൈഫ്. അങ്ങനെയാണെങ്കിൽ ഇഫ് ജീസസ് ഈസ് യുവർ റൂളർ, ഹി വിൽ മേക്ക് എവ്രിതിങ്, സകലവും, ബ്യൂട്ടിഫുൾ ത്രൂ അൺനോൺ വേസ്. ബ്യൂട്ടിഫുൾ ഔട്ട്കംസ് ത്രൂ അൺനോൺ വേസ് ഇഫ് ജീസസ് റൂൾസ് യു. ഏത് പാൻഡമിക് വന്നാലും, ഏത് പെയിൻ വന്നാലും, ഏത് അൺസർട്ടനിറ്റി വന്നാലും, ഇഫ് ജീസസ് റൂൾസ് യു, if he is your master, if he is your immediate relative, he will make everything beautiful in his time through unknown ways. നിങ്ങൾക്ക് മനസ്സിലാകണമെന്നില്ല. നിങ്ങളൊരു പുസ്തകം എടുത്തിട്ട് അതിന് പുറത്ത് അതിനൊരു ടൈറ്റിൽ കൊടുക്കണം. സകലവും, എവ്രിതിങ്. ഹി വിൽ മേക്ക് എവ്രിതിങ് ബ്യൂട്ടിഫുൾ. സകലവും മനോഹരമാക്കും. എന്നിട്ട് അതിനകത്ത് മക്കളുടെ കാര്യം, ഹെൽത്ത്, ജനറേഷൻസ്, യുവർ കരിയർ, your interpersonal relationship, your future, decision making, ഇതെല്ലാം സകലവും. He beautiful outcomes through unknown ways if Jesus is your ruler. ബ്യൂട്ടിഫുൾ ഔട്ട്കം എന്ന ആ ഒരു വിശേഷണം, ആ അഡ്ജക്റ്റീവ് പോരാന്ന് തോന്നിയിട്ടായിരിക്കാം പരിശുദ്ധാത്മാവ് 2 വിശേഷണവും കൂടെ ചേർക്കുകയാണ്. ചാപ്റ്റർ 3 വേഴ്സ് 14. ചാപ്റ്റർ 3 വേഴ്സ് 14. ദൈവം പ്രവർത്തിക്കുന്നത് ഒക്കെയും ശാശ്വതം, അതിനോട് ഒന്നും കൂട്ടുവാനോ കുറപ്പാനോ കഴിയുന്നതല്ല. Everything God does will remain forever. There is nothing to add to it. There is nothing to take from it. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാം? nothing to add, nothing to take from it എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ്. Whatever God does will remain forever, permanent. Beautiful outcome 3:11. Perfect outcome, permanent outcome 3:14. See, ഇങ്ങനെയാണ് ദൈവം പ്രവർത്തിക്കുന്നത്. If Jesus is your ruler, beautiful outcomes, perfect outcomes, permanent outcomes. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. ഇതൊന്നും മനസ്സിലാകാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഭരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ 3 കാര്യങ്ങളുണ്ടായിരിക്കും. 3 വെർബുകൾ. റിമെമ്പർ, റിഗാർഡ്, റെസ്പോണ്ട്. അത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ് parables. Parable of the cornered city. പെട്ടുപോയ പട്ടണം, അകപ്പെട്ടുപോയ പട്ടണം. അങ്ങനെ ഒരു പാരബിൾ ഉണ്ട് ഇൻ ദ ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റിസ് ചാപ്റ്റർ 9 വേഴ്സസ് 14 through 16. 14 മുതൽ 16 വരെ 9-ാം അധ്യായം. പാരബിൾ ഓഫ് ദ കോർണേർഡ് സിറ്റി. മലയാളം ഞാൻ വായിക്കുക. ചെറിയൊരു പട്ടണം ഉണ്ടായിരുന്നു. അതിൽ മനുഷ്യർ ചുരുക്കമായിരുന്നു. വലിയൊരു രാജാവ് അതിന് നേരെ വന്നു, അതിനെ നിരോധിച്ചു.
അതിനെതിരെ വലിയ കൊത്തളങ്ങൾ പണിതു. എന്നാൽ അവിടെ സാധുവായൊരു ജ്ഞാനി പാർത്തിരുന്നു. അവൻ തൻ്റെ ജ്ഞാനത്താൽ പട്ടണത്തെ രക്ഷിച്ചു. എങ്കിലും ആ സാധു മനുഷ്യനെ ആരും ഓർത്തില്ല. വേഴ്സ് 16, സാധുവിൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു, അവൻ്റെ വാക്ക് ആരും കൂട്ടാക്കുന്നതുമില്ല. ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും അത് മനസ്സിലാക്കാൻ. ദർ വാസ് എ സ്മോൾ സിറ്റി with only a few people in it. Chapter 9 verse 14 onwards. ആദ്യം തന്നെ പാരഡോക്സാണ്. സിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്ലേസ് വെൽ പോപ്പുലേറ്റഡ്, ഇല്ലയോ? ഇവിടെ പറയാം ആൾ കുറവായിരുന്നു സിറ്റിക്ക്. എന്നിട്ട് പറയാ എ പവർഫുൾ കിങ് കെയിം അഗൻസ്റ്റ് ഇറ്റ് ആൻഡ് സറൗണ്ടഡ് ഇറ്റ്, ബിൽറ്റ് റാംസ് ആൻഡ് സീജ് വർക്ക് അതിൻ്റെ ചുറ്റും. അകത്തുനിന്ന് ആരും പുറത്തോട്ട് പോകത്തില്ല, പുറത്തുനിന്ന് ആരും അകത്തോട്ട് വരത്തില്ല. വേഴ്സ് 15, ആൻഡ് ദെയർ ലിവ്ഡ് ഇൻ ദ സിറ്റി എ പുവർ മാൻ. ഒരു പാരഫ്രൈസ് വേർഷനിലെ മീക്ക് മാൻ ഓഫ് വിസ്ഡം. ഹി ഡെലിവേർഡ് ദ സിറ്റി വിത്ത് ഹിസ് വിസ്ഡം. ഡെലിവറൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പുള്ളിയുടെ ആവശ്യമുണ്ടോ? ബട്ട് നോബഡി റിമെമ്പേർഡ് ദാറ്റ് പുവർ മാൻ. ഹിസ് വേർഡ്സ് ആർ നോട്ട് റിഗാർഡഡ്, ഹിസ് വേർഡ്സ് ആർ നോട്ട് റെസ്പോണ്ടഡ് ടു. ആരും അവനെ ഓർത്തില്ല. അവൻ്റെ ജ്ഞാനം തുച്ഛീകരിക്കപ്പെടുന്നു, അവൻ്റെ വാക്കാരും കൂട്ടാക്കുന്നുമില്ല. കഥാപാത്രങ്ങളും പങ്കെടുക്കുന്നവരും. ഇതിലെ ആൾ കുറഞ്ഞ ചെറിയ പട്ടണം ആരാന്നറിയോ? നിങ്ങളാ, ഞാനാ. നിങ്ങൾ പറയും പിന്നെ ഞങ്ങൾ ആൾ കുറഞ്ഞ പട്ടണമൊന്നുമില്ല, ഒന്ന് ഫോൺ വിളിച്ചാൽ എത്ര പേര് വരും? സർജറി ടേബിളിൽ കൂടെ കടന്നു പോയ ആരെങ്കിലും ഉണ്ടോ? അന്ന് ആരുണ്ടായിരുന്നു കൂടെ? ഏറ്റവും പ്രിയപ്പെട്ടവരെ ചില്ലിൻ്റെ അപ്പുറത്ത് നിന്ന് ഇങ്ങനെ കാണിക്കും, ഞങ്ങളുടെ ഓർമ്മ തൂത്തു മാച്ച് കളഞ്ഞേരെ. അറ്റ് ക്രൂഷ്യൽ മൊമെൻറ്റ്സ് ഓഫ് അവർ ലൈഫ് നമ്മൾ ഒറ്റയ്ക്കാണ്. വി ആർ കോർണേഡ്, നിസ്സഹായരായി പോവും. ആൾ കുറഞ്ഞ ചെറിയ പട്ടണം, സ്മോൾ സിറ്റി വിത്ത് ഫ്യൂ പീപ്പിൾ ഇൻ ഇറ്റ്, അത് നമ്മളാണ്. ഇതിനെതിരെ വന്ന രാജാവോ ആക്രമണത്തിന് ടു കോർണറസ്, അവൻ്റെ പല പരിപാടികളുണ്ട്. പിശാചാണ്. He comes with a dividing spirit, delaying spirit, drooping spirit, depressing spirit, disease faking spirit. പല പരിപാടികളാണ്. എന്തിനാണെന്നറിയാം? ഒറ്റപ്പെടുത്തണം, പെടുത്തണം, കോർണർ ആൻഡ് കോൺകർ. അതിനാ വന്ന്. പക്ഷേ ഈ ഇരുട്ടിൻ്റെ രാജാവ് എതിരെ വന്നപ്പോൾ ഇതിനകത്ത് വന്നു പോകാനല്ല, സംബഡി വാസ് അബൈഡിങ്. വെളിച്ചം വസിച്ചാൽ ഇരുട്ട് പോകുമല്ലോ, വെളിച്ചം വസിച്ചു. ആമീൻ. സൗമ്യനായ ജ്ഞാനി യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ആൾ കുറഞ്ഞ ചെറിയ പട്ടണം നമ്മുടെ ഷാഡോ ആണ്. എതിരെ വന്ന രാജാവ് ചുറ്റും റാംസൊക്കെ ഉണ്ടാക്കിയ പാർട്ടി, കോർണർ ചെയ്ത പാർട്ടി പിശാചാണ്. എന്നാൽ പട്ടണത്തിൽ വസിച്ച ജ്ഞാനി യേശുക്രിസ്തുവിൻ്റെ നിഴലാണ്. ആമീൻ. വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് മാറി. അതുകൊണ്ടാണ് റാന്നിയിലെ ഒരു അപ്പച്ചൻ ഇടയ്ക്ക് ഇംഗ്ലീഷ് പറയും, നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിപ്ലൈ കിട്ടും, അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ എപ്പോഴേ നിർത്തിയനെ. ദേ വന്നു, ഡെലിവേർഡ്. വേഴ്സ് 16, 9 verse 16, but nobody remembered him. His words are not regarded, his words are not responded to. Remember him, അത് നിങ്ങളുടെ സൗഖ്യവുമായിട്ടുള്ള ബന്ധത്തിലാണ്. Forget not his benefits, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. Psalms 103, then he will deliver you from all sicknesses. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കാതിരുന്നാൽ നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. If you fill your memory with gratitude towards your Lord, you will be healed. ഇന്നത്തെ തലമുറയ്ക്ക് വാർദ്ധക്യ രോഗങ്ങളുള്ളത് ജീവിതശൈലി രോഗങ്ങളൊന്നുമല്ല. അകത്ത് ഗ്രാറ്റിറ്റ്യൂഡ് ഇൻസൈഡ് ഈസ് ഹീലിംഗ് ഔട്ട്സൈഡ്. If you are ungrateful inside, sickness outside. Remember him. ഓർക്കണം. അവൻ ചെയ്ത നന്മകളെ ഓർത്തോർത്ത് അവന് നന്ദി കരയറ്റണം. തീർന്നില്ല. റിഗാർഡ് ഹിം ആസ് യുവർ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്. റിഗാർഡ് ഹിം. അവൻ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ മറ്റു ബന്ധങ്ങളെയൊക്കെ അവൻ ക്രമീകരിച്ചോളും. ഹിസ് വേർഡ്സ് ഷുഡ് ബി റെസ്പോണ്ടഡ് ടു. അത് ഒബീഡിയൻസുമായി ബന്ധത്തിലാണ്, മിഷനോടുള്ള ബന്ധത്തിലാണ്. ദൈവിക രാജ്യം ഭൂവിൽ സ്ഥാപിതമായിടുവാൻ യാത്ര പോവുക നാം.
ലോകത്തിൻ സീമകളോളം ചെന്നു സാക്ഷ്യമേകുക നാം. ടു ബ്രിങ് ദിസ് ടെക്സ്റ്റ് ടു സംബഡീസ് കോണ്ടെക്സ്റ്റ്. അതുകൊണ്ടാണ് തമിഴ്നാട് ബോർഡറിൽ ഒരു ട്രൈബുണ്ട്, കുറുമ്പ, ഷെപ്പേർഡ് ട്രൈബാണ്. അവരോട് പറഞ്ഞു യേശുക്രിസ്തു നല്ല ഇടയൻ. അവർക്ക് മനസ്സിലായി. ഞങ്ങൾ പഞ്ചാബിൽ ചെന്നപ്പോൾ അവിടെ കുമർ, പോട്ടേഴ്സ്, മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്നവർ, അവർ ചോദിച്ചു എന്തിനാ വന്നത്? ഞങ്ങളിത് ട്യൂബർക്കുലോസിസൊക്കെ ബാധിച്ച് ഞങ്ങൾ അവിടെ സ്പിറ്റ് ചെയ്തിട്ടിരിക്കുന്നു, ബ്ലഡ്. വി ആർ പുവർ പീപ്പിൾ. And we said, our God said in Jeremiah 18, you go down to potter's house. ഞങ്ങളുടെ ദൈവം നല്ലൊരു കുശവനാണ്. He is the best potter. It is written in our book. അവർക്കത് മനസ്സിലായി. സിഖ് മതവിശ്വാസികളോട് പറഞ്ഞു, വാഹേ ഗുരു, ഏറ്റവും ദൈവം, അത്യുന്നതനായ ദൈവത്തെ പരിചയപ്പെടുത്തുന്ന സത്ഗുരു ഈശാമസി. അവർക്കത് മനസ്സിലായി. ഛത്തീസ്ഗഡിലെ മഡിയ ഗോത്രവർഗത്തിലെ അവർ ആൻസസ്ട്രൽ സ്പിരിറ്റ്സിനെ ഭയപ്പെടുന്നവരാണ്. അതുകൊണ്ടാണ് അവിടെ ഫ്യൂണറലൊക്കെ വളരെ ഫിയർഫുള്ളാണ്. ഡെഡ് ബോഡി അവരൊരു ഫ്രെയിമേ കിടത്തി ഇങ്ങനെ വട്ടം കറക്കും. എന്തിനാണെന്നറിയാം? ആ ഒരു സ്പിരിറ്റിന്, ആൻസസ്ട്രൽ സ്പിരിറ്റിന് ഡയറക്ഷൻ തെറ്റാൻ വേണ്ടി. അവർ തിരിച്ച് വീട്ടിൽ വന്ന് ഈ സ്പിരിറ്റ് അവരെ ഉപദ്രവിക്കുമെന്ന് പേടിയാണ്. അതുകൊണ്ടാണ് ഈ മരിച്ചുപോയ ആടെ വടിയും കൊടയും വസ്ത്രങ്ങളൊക്കെ ദേ വിൽ ബേൺ. പരിചയമുള്ള വസ്തുക്കൾ കണ്ട് ദ സ്പിരിറ്റ് ഷുഡ് നോട്ട് റിട്ടേൺ. എന്നിട്ട് ഇതിനെ കൊണ്ടുപോയി ഒരു റിവറിൻ്റെ അപ്പുറത്ത്, അതർ ബാങ്ക് ഓഫ് ദ റിവർ, അവിടെ കൊണ്ടുപോയി കത്തിക്കും. കാരണം ആയ കാലത്ത് സ്പിരിറ്റ് സ്വിമ്മിങ് പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മിഷണറിമാർ പറഞ്ഞു, ദർ ഇസ് എ കംഫോർട്ടിങ് സ്പിരിറ്റ്. സ്പിരിറ്റിനെ ഭയപ്പെടണ്ട. ദർ ഇസ് എ കംഫോർട്ടിങ് സ്പിരിറ്റ്, ദർ ഇസ് എ പ്രൊട്ടക്റ്റിംഗ് സ്പിരിറ്റ്. അവർ ചോദിച്ചു എത്ര പൈസ തരണം? നിങ്ങളുടെ ഇപ്പോഴുള്ള ഐഡൽസ് എല്ലാം കളഞ്ഞ് ഈശാമസിയെ കർത്താവായി സ്വീകരിച്ചാൽ ഈ സ്പിരിറ്റ് ഫ്രീ ആണ്. ദേ അണ്ടർസ്റ്റുഡ് ഇറ്റ്. ടു ടേക്ക് ദിസ് ടെക്സ്റ്റ് ടു ദെയർ കോണ്ടെക്സ്റ്റ്, റെസ്പോണ്ട് ടു. ഇഫ് അവർ ചർച്ച് ഡോണ്ട് ഇവാഞ്ചലൈസ്, ഇറ്റ് വിൽ ഫോസിലൈസ്. അവശിഷ്ടങ്ങളായിപ്പോവും. എ ചർച്ച് വിതൗട്ട് ഇവാഞ്ചലിസം ഈസ് ലൈക്ക് എ ക്ലോക്ക് വിതൗട്ട് ഹാൻഡ്സ്. മിനിറ്റ് സൂചി, മണിക്കൂർ സൂചി ഒന്നും ഇല്ലാതെ ഒരു കോസ്റ്റ്ലി ഒരു ക്ലോക്ക് ഇരുന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? യേശുവിലേക്ക് ചൂണ്ടിക്കാണിച്ചു കൊടുക്കണം. എങ്കിൽ ഇഫ് യു റെസ്പോണ്ട് ടു ഹിം, ഇഫ് യു റിമെമ്പർ ഹിം, ഇഫ് യു റിഗാർഡ് ഹിം, then he will make everything beautiful. It is not the nature of your problem, but the nature of your master that matters. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ സ്വഭാവമല്ല, നിങ്ങളുടെ യജമാനൻ്റെ സ്വഭാവം, അതാകുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. എന്നാൽ യേശുക്രിസ്തുവിനെ കേന്ദ്രമാക്കാതെ മറ്റ് ചില രീതിയിൽ ജീവിച്ചാൽ യു വിൽ ഇൻവൈറ്റ് ഫെയിലിയേഴ്സ്. അതെങ്ങനെയെന്ന് കിങ് സോളമൻ എഴുതിത്തരിക. ദൈവവുമായിട്ടുള്ള ഉടമ്പടി മറന്ന് ഹി ഫോർഗോട്ട് ദ കവനന്റ് ആൻഡ് ലിവ്ഡ് വേൾഡ്ലി. അത് ഒരു 4-5 രീതി ഞാൻ ഒന്ന് വർണ്ണിച്ച് കാണിച്ചു തരാം. ഒന്ന്, സോളമൻ്റെ ഫെയിലിയറിൻ്റെ ഒരു റീസൺ, ഹി വാസ് എഡ്യൂക്കേഷൻ സെൻറ്റേർഡ്. കുഴപ്പമില്ലല്ലോ, എൻ്റെ കൊച്ചു പള്ളി വരുന്നില്ലെങ്കിലും, ഈവൻ ദോ ഹീ ഈസ് നോട്ട് കമ്മിങ് ഫോർ ഫെലോഷിപ്പ്, ഈവൻ ദോ ഹീ ഈസ് നോട്ട് പ്രേയിങ്, ഹീ ഈസ് ഗുഡ് ഇൻ അക്കാഡമിക്സ്. ശലോമോൻ്റെ ഒരു ഫെയിലിയർ അതായിരുന്നു. ചാപ്റ്റർ 1 വേഴ്സ് 13, 1-ാം അധ്യായം 13-ാം വാക്യം. I devoted myself to study and explore by wisdom all that is done under heaven. ശലോമോൻ്റെ ഒരു അക്കാഡമിക് ലെവൽ മനസ്സിലാണെങ്കിൽ ഇന്നത്തെയൊക്കെ ഒരു യൂണിവേഴ്സിറ്റികളുടെ നിലവാരം വെച്ച് ഒരു 65 ഡോക്ടറേറ്റ് വാങ്ങിക്കാൻ ഉള്ള കപ്പാസിറ്റി, ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി സോളമൻ ഉണ്ടായിരുന്നു. അതറിയണമെങ്കിൽ 1 Kings chapter 4, 1 രാജാക്കന്മാർ 4 വേഴ്സസ് 30 through 34, 30 മുതൽ 34 വരെ വായിക്കും. 1 Kings chapter 4 verse 30. Solomon's wisdom surpassed that of all ഈസ്റ്റേൺ സ്കോളേഴ്സ്. പൂർവ്വദിക്വാസികളായ ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഏഥാൻ, ഹേമാൻ, കൽക്കോൽ, ദർദ, ഇവരെക്കാളൊക്കെ ഈ പുള്ളിക്ക് ജ്ഞാനം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയാണ് 1 Kings chapter 4 verse 31, he spoke 3,000 proverbs and his songs 1,005. പുള്ളി വലിയ വൃക്ഷങ്ങൾ മുതൽ പായൽ വർഗത്തിൽപ്പെട്ട ഹിസോപ്പ് വരെയുള്ള എല്ലാ പ്ലാന്റ്സിനെ കുറിച്ചും ആനിമൽസിനെ കുറിച്ചൊക്കെ വലിയ വലിയ കണ്ടുപിടുത്തങ്ങളും പഠനവും നടത്തി. ഇതറിയാൻ വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും രാജാക്കന്മാരും സ്കോളേഴ്സും ഒക്കെ പുള്ളിയെ അന്വേഷിച്ചു വന്നു.
എഡ്യൂക്കേഷൻ സെൻറ്റേർഡ്. കർത്താവിനെ മറന്ന് അറിവിൽ ഇൻഫോർമേഷൻസ് വിൽ കോസ് ഡിഫോർമേഷൻ ഇഫ് മാസ്റ്റർ ഈസ് നോട്ട് ദെയർ. ഞങ്ങൾ പഞ്ചാബിൽ ഒരു ട്യൂഷൻ സെൻറ്റർ നടത്തി, സത്ഗുരു ട്യൂഷൻ സെൻറ്റർ. 3 hours ഇഫ് വി ടീച്ച്. ഞങ്ങളുടെ ഫീസ് എന്ന് പറഞ്ഞാൽ 15 minutes സുവിശേഷം കേൾക്കണം. അങ്ങനെയാണ് ബൽഗാർ സിംഗ്, ഗുരുപ്രീത് സിംഗ് അവരൊക്കെ വിശ്വാസത്തിൽ വന്നത്, വേലയ്ക്കൊക്കെ വന്നത്. എഡ്യൂക്കേഷൻ ഈസ് ഗുഡ്. യു ഷുഡ് ബി വെൽ എഡ്യൂക്കേറ്റഡ്. യുവർ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഷുഡ് ബി എക്സലൻറ്റ്. പക്ഷേ കർത്താവിനെ മറന്നുള്ള എഡ്യൂക്കേഷൻ എവിടെ ചെല്ലുമെന്ന് സോളമൻ പറയാണ്. ചാപ്റ്റർ 1:18, 1-ാം അധ്യായം 18-ാം വാക്യം. വിത്ത് മച്ച് വിസ്ഡം കംസ് മച്ച് സൊറോ, ദ മോർ നോളജ് മോർ ഗ്രീഫ്. ജ്ഞാനബാഹുല്യത്താൽ വ്യസനബാഹുല്യം കൊണ്ട് അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ചാപ്റ്റർ 1:18. ഉദാഹരണം പറയാം. കോവിഡ് എങ്ങനെ ഉണ്ടാകുന്നു? അടുത്ത് വന്നാൽ വരും, ബൈ ടച്ച് വരും, ഡ്രോപ്ലെറ്റ്സ് വഴി വരും, പിന്നെ അന്തരീക്ഷത്തിൽ കൂടെ വരും. ചിലർക്ക് വന്നെന്ന്. ഇതെങ്ങനായിരിക്കും അത് പകരുന്നത്? ഇതെല്ലാം നിങ്ങളൊരു ഡോക്ടർ അല്ല എങ്കിൽ, നിങ്ങളൊരു റിസർച്ച് ചെയ്യുന്ന മെഡിക്കൽ പേഴ്സൺ അല്ലെങ്കിൽ, നിങ്ങളൊരിക്കലും രോഗത്തെക്കുറിച്ച് ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യരുത്. മെഡിറ്റേറ്റ് ഓൺ ദ ഹീലർ. ഇത് ഇൻഫോർമേഷൻസ്. പുള്ളി പറയാ, അതെനിക്ക് ഭയമല്ലാതെ ഒന്നും തരത്തില്ല. ഭയം, ജ്ഞാനബാഹുല്യത്താൽ വ്യസനബാഹുല്യമുണ്ട്, അറിവ് വർദ്ധിപ്പിക്കുന്നവൻ ദുഃഖവും വർദ്ധിപ്പിക്കുന്നു. ഫിയർ എന്നതിനൊരു അക്രോണിമുണ്ട്. ഫോൾസ് എവിഡൻസ് അപ്പിയറിങ് റിയൽ. ശരിയല്ലേ? അതാന്നാ തോന്നുന്നത്, ഇതാന്നാ തോന്നുന്നത്. ചിലർ ക്യാൻസറിനെ കുറിച്ച് പഠിക്കുക, ട്യൂമറിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. ഇല്ലാത്ത രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കൊണ്ടുവരുന്ന ഡിസീസ് ഫേക്കിംഗ് സ്പിരിറ്റ് ആക്റ്റീവാണ് എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ പലരും ചികിത്സിക്കുന്നത് ശരിക്കുള്ള രോഗത്തിന് വേണ്ടിയല്ല. അത് നാളെ ഞാൻ ധ്യാനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. അബൌട്ട് ഹീലിംഗ്. അൺസർട്ടനിറ്റീസ് രോഗങ്ങൾ വഴി വരുമ്പോൾ, നാളെയെക്കുറിച്ച് പ്രത്യാശയോടെ ചിന്തിക്കാൻ സാധിക്കാതെ വരുമ്പോൾ തമ്പുരാൻ ഉറപ്പ് നൽകുന്ന സൗഖ്യമുണ്ട്. മടങ്ങി വരട്ടെ. എന്നിട്ട് പറയുക, ചില നെറ്റിനകത്ത് അകപ്പെട്ടാൽ വലിയ കുഴപ്പമാണ്. ഞാനല്ലോ ഈ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ശലോമോൻ പറയാം. ചാപ്റ്റർ 9:11-12 ഇങ്ങനെ വായിക്കുന്ന 9-ാം അധ്യായം അതിൻ്റെ 11-12 വാക്യങ്ങളിൽ, റേസ് ഈസ് നോട്ട് ടു ദ സ്വിഫ്റ്റ്, ബാറ്റിൽ ഈസ് നോട്ട് ടു ദ വാരിയേഴ്സ്. വേഗത്തിലോടിയാൽ പിന്നെ ജയിക്കണ്ടേ, പോരാട്ടത്തിന് ആരോഗ്യമുണ്ട്, പോരിൽ ജയിക്കണ്ടേ. പക്ഷേ പറയാം ജയിക്കുകയല്ല. ചാപ്റ്റർ 9:12 വേഗതയുള്ളവർ ഓട്ടത്തിലും വീരന്മാർ യുദ്ധത്തിലും നേടുന്നില്ല. കാരണം പറയാം. ചാപ്റ്റർ 9:12 ലൈക്ക് ഫിഷ് കോട്ട് ഇൻ ട്രെച്ചറസ് നെറ്റ്, ബേർഡ്സ് ട്രാപ്ഡ് ഇൻ എ സ്നേർ. ഇവിടെ പറയാം, വല്ലാത്ത വലയിൽ പിടിപ്പെടുന്ന മത്സ്യങ്ങളെ പോലെ, കെണിയിൽ അകപ്പെടുന്ന പക്ഷികളെ പോലെ. എന്തോ വല്ലാത്ത നെറ്റാണ് എന്ന് എനിക്കറിയത്തില്ല, ഇൻ്റർനെറ്റാണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇൻഫോർമേഷൻസ് that trap you, informations that deform you, that will cause addictions, നിങ്ങളുടെ ജീവിതത്തിൽ character assassinations. The education without God is a tragedy. എന്നിട്ട് രണ്ടാമത്തേത് പറയാം. ശലോമോന് മറ്റൊരു അബദ്ധം പറ്റി. He was in the captivity of activities. എത്ര ക്രിയാപദങ്ങളാണ്! How many works? Career centered. He became career centered, activity centered. ദൈവത്തെ മറന്നുള്ള ആക്ടിവിറ്റീസ്. ചാപ്റ്റർ 2:4-8 വായിക്കുമ്പോൾ അവിടെ ഒത്തിരി പദങ്ങളുണ്ട്. നിങ്ങളത് പിന്നീട് വായിച്ചാൽ മതി. അവൻ നിരൂപിച്ചു, ചെയ്തു, പണിതു, ഉണ്ടാക്കി, നട്ടു, നനച്ചു, കുഴിച്ചു, വാങ്ങി, സ്വരൂപിച്ചു. ചാപ്റ്റർ 2:4 onwards, I undertook great projects. I made gardens and parks. I planted all kinds of fruit trees. Verse 6, I made ponds of water for watering, irrigating the forest of growing trees. ഒത്തിരി കാര്യം. Verse 7, I bought male and female slaves. Verse 8, I collected for myself silver and gold. A man in the captivity of activities. എന്ന് പുള്ളി പറയാ. Chapter 2:11, I looked at everything I had worked so hard to accomplish. ഞാൻ കഠിനാധ്വാനം ചെയ്തതൊക്കെ ഞാനൊന്ന് നോക്കി. Chapter 2:11. It was all meaningless. It was like chasing the wind, and there was no profit under the ഒരു ലാഭവും ഇല്ലെന്ന്. Chapter 2:11. Towards the fag end of his life, പുള്ളി പറയാ, എൻ്റെ ആക്ടിവിറ്റീസ്, തമ്പുരാനെ മറന്നുള്ള എൻ്റെ ആക്ടിവിറ്റീസ് അതെല്ലാം നഷ്ടമായിരുന്നു. ഇനി
ഒന്ന്, തമ്പുരാനെ മറന്ന് ഉള്ള എഡ്യൂക്കേഷൻ, തമ്പുരാനെ മറന്ന് ഉള്ള ഹാർഡ് വർക്ക് അല്ലെ കരിയർ. 3, പ്ലഷർ. ഹി വാസ് പ്ലഷർ സെൻറ്റേർഡ്. രാജാവല്ലേ, ആരും തടസ്സം പറയാനൊന്നുമില്ലല്ലോ. ചാപ്റ്റർ 2 വേഴ്സ് 3 ഐ ട്രൈഡ് ചിയറിങ് മൈസെൽഫ് വിത്ത് വൈൻ. എൻ്റെ ശരീരത്തെ വീഞ്ഞുകൊണ്ട് സന്തോഷിപ്പിക്കാൻ. അഡിക്ഷൻസ്. ചാപ്റ്റർ 2 വേഴ്സ് 8 സെക്കൻഡ് പാർട്ട്, 2:8 രണ്ടാം പകുതി, ഐ പ്രൊവൈഡഡ് ഫോർ മൈസെൽഫ് മെയിൽ ആൻഡ് ഫീമെയിൽ സിംഗേഴ്സ് ആൻഡ് മെനി കൺക്യൂബിൻസ്. അന്ന് VCD CD പെൻഡ്രൈവ് ഒന്നും ഇല്ലല്ലോ, യൂട്യൂബും ഇല്ല. ഒരു ലൈവ് ഓർക്കസ്ട്ര വീട്ടിലുണ്ടായിരുന്നു. വെപ്പാട്ടികൾ, ലൂസ് ലിവിങ് ആൻഡ് പ്ലഷർ. ചാപ്റ്റർ 2 വേഴ്സ് 10 രണ്ടാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ രണ്ടാം പകുതി, ഇന്നത്തെ തലമുറ പോകുന്നത് ഈ വഴിയാണ്. ഐ ഡിഡ് നോട്ട് വിത്ത് ഹോൾഡ് മൈ ഹാർട്ട് ഫ്രം എനി പ്ലഷർ. ഇങ്ങനെയൊക്കെ ജീവിച്ചിട്ട് ശലോമോൻ പറയാം. ശ്രദ്ധിക്കണേ. ചാപ്റ്റർ 2 വേഴ്സ് 17 ഈ വാക്യം മനസ്സിലാക്കുമ്പോൾ മനസ്സിലായാൽ നിങ്ങൾക്ക് മനസ്സിലാകും 500 crore ബാങ്ക് ബാലൻസ് ഉള്ള സിനിമാ നടൻ എന്തിനാ ആത്മഹത്യ ചെയ്ത്? 100 crore ബാങ്കിൽ ബാലൻസ് ഉള്ള സിനിമാ നടി എന്തിനാ കൈമുറിച്ച് വെച്ച് മേളിൽ നിന്ന് എടുത്ത് ചാടിയത്? ചാപ്റ്റർ 2 വേഴ്സ് 17 സോ ഐ ഹേറ്റഡ് ലൈഫ്. തമ്പുരാനെ കൂടാതെയുള്ള പ്ലഷർ സെൽഫ് പിറ്റിയിലേക്കും ഹെയ്റ്റിലേക്കും സെൽഫ് കണ്ടംനേഷനിലേക്കും. ഒരു ട്രാൻസ്ലേഷൻ പറയുന്നു, ചാപ്റ്റർ 2 വേഴ്സ് 17 ഐ ഹേറ്റഡ് മൈ ലൈഫ് ആൻഡ് ദോസ് ഇൻ ഇറ്റ്. എൻ്റെ പ്രേഷ്യസ് റിലേഷൻസ് പോലും ഐ ഹേറ്റ് ഇഫ് യു ആർ പ്ലഷർ സെൻറ്റേർഡ്. പിന്നെ തമ്പുരാൻ ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ ആരുമില്ലെങ്കിലും പ്രിയരെന്നു കരുതിയ സഹചരെല്ലാം പ്രിയലേശമില്ലാതെയാകും. പ്രിയനെ നിൻ സ്നേഹം കുറയാതെ എന്നെ നിയതം നടത്തുന്നു. മന്നിൽ എല്ലാരുമില്ല നീയൊഴികെ ചാരുവാനൊരാൾ പാരിലൻ പ്രിയ. വിദ്യാഭ്യാസം കേന്ദ്രമാകരുത്, തൊഴിൽ കേന്ദ്രമാകരുത്, പ്ലഷർ ഉല്ലാസം കേന്ദ്രമാകരുത്, ആരോഗ്യവും കേന്ദ്രമാകരുത്. 4 ചാപ്റ്റർ 12 ആ വേഴ്സ് പെട്ടെന്ന് നമ്മുടെ കണ്ണി പിടിക്കുകയില്ല. ചാപ്റ്റർ 12 വേഴ്സ് 5 ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ വേഴ്സ്, കാപ്പർബറി ഈസ് ഇൻഎഫക്റ്റീവ്. രോചനക്കുരു ഫലിക്കാതെ വരും. എന്താ കാപ്പർബറി? റോയൽ മെഡിക്കേഷൻ ടു റിട്ടാർഡ് ഏജിങ്. വാർദ്ധക്യം വരാതെ യൗവനം പിടിച്ചു നിർത്താൻ അക്കാലത്ത് രാജാക്കന്മാരൊക്കെ ഉപയോഗിച്ച അപൂർവമായ ഏതോ ഒരു മരുന്നാണ്. അല്ല, കേരളത്തിലെ ആ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ പറയാം, ആയുർവേദത്തിൽ മസിലൊക്കെ നന്നായിട്ട് വരാനും ആരോഗ്യം വരാനും ഒക്കെയുള്ള ചില മരുന്നുകളുണ്ട് ആയുർവേദത്തിൽ. നാട്ടിൽ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാം. അശ്വഗന്ധാദി ലേഹ്യം, നരസിംഹ രസായനം, ഇതൊക്കെ ഒരു 65 വയസ്സ് കഴിഞ്ഞ് ഇതൊക്കെ കഴിച്ചാൽ മസിൽ വരികയില്ല. മസിൽ വിൽ നോട്ട് കം, ഡയറിയ വിൽ കം. ശരീരത്തിൽ പിടിക്കുകയില്ലെന്ന് പുള്ളി പറയാ. ഞാൻ എൻ്റെ ആരോഗ്യം സൂക്ഷിക്കാൻ രോചനക്കുരുവൊക്കെ കഴിച്ചു നോക്കി. ചാപ്റ്റർ 12 വേഴ്സ് 5 ഐ ട്രൈഡ് കാപ്പർബറി. എന്നിട്ട് പുള്ളി പറയാം ചാപ്റ്റർ 12 വേഴ്സ് 7 ഡസ്റ്റ് വിൽ റിട്ടേൺ ടു ദ എർത്ത് ആസ് ഇറ്റ് വാസ്. ഇതിൻ്റെ ഒരു റോ മെറ്റീരിയൽ ഉണ്ട്, ഇത് പൊടിയാണ്. അകത്ത് തമ്പുരാൻ നൽകിയ ഒരു സംവിധാനമുണ്ട്, ഹിസ് ബ്രെത്ത്. അതാണ് ഈ പൊടിയെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യമല്ല കേന്ദ്രം. തമ്പുരാനെ മറന്നു വെച്ച് രാവിലെ ഓടുകയും ചാടിയും എക്സസൈസും സിക്സ് പാക്കൊക്കെ ആണെങ്കിൽ ഒരു ഗുണമേ ഉള്ളൂ, ശവപ്പെട്ടിയുടെ അടപ്പ് ചൊവ്വിന് അടയ്ക്കാം, വേറെ ഗുണമൊന്നുമില്ല. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇനി യേശു കർത്താവ് ഏറ്റവും അടുത്ത ബന്ധുവാണെങ്കിൽ ഹി വിൽ മേക്ക് എവ്രിതിങ് ബ്യൂട്ടിഫുൾ ഇൻ ഹിസ് ടൈം. പ്രയാസങ്ങൾ വന്നാലും ഹി വിൽ ഗീവ് അസ് റെസിലിയൻസ്, അവൻ ബലം നൽകും. ഞാൻ ആ പ്രോമിസ് വായിക്കാം. സാംസ് 92 അതിൻ്റെ വേഴ്സ് 12 ചാപ്റ്റർ 92 സാംസ് 92 വേഴ്സ് 12 ദ റൈറ്റിയസ് ഷാൽ ഫ്ലറിഷ് ലൈക്ക് എ പാം ട്രീ. ഞാൻ ആ സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു യാത്രയ്ക്ക് ശേഷം വന്ന് തുറന്ന സങ്കീർത്തനമാണ് സാംസ് 92 വേഴ്സ് 12. എന്താണ് ഈ നീതിമാൻ പന പോലെ തഴയ്ക്കും, ഫ്ലറിഷ് ലൈക്ക് എ പാം ട്രീ. ഈ പാം ട്രീയും നമ്മുടെ തെങ്ങുമായിട്ടൊക്കെ, കോക്കനട്ട് ട്രീ ആയിട്ടൊക്കെ വലിയ സാമ്യമുണ്ട്. അതിൻ്റെ മണ്ട, അതിൻ്റെ തല ഇല്ലെങ്കിൽ ഉപയോഗശൂന്യമായ വൃക്ഷമാണ് പനയും തെങ്ങും ഒക്കെ ഇല്ലേ. മണ്ട പോയ തെങ്ങെന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളുകയില്ല, അതിന് വേറെ ബ്രാഞ്ചസ് ഒന്നുമില്ല, അത് പൊട്ടിക്കിളിച്ച് സ്പ്രൗട്ട് ഔട്ട് ചെയ്യാനൊന്നും ഇല്ല.
അപ്പോൾ തലയായ ക്രിസ്തു ഇല്ലെങ്കിൽ യൂസ്ലെസ് ആയിട്ടുള്ളൊരു ട്രീ ആണ് നമ്മളും പനയൊക്കെ എന്നിട്ടാ. പക്ഷേ ഇത് ശ്രദ്ധിക്കുക, എത്ര ഹരിക്കെയിൻസ് വന്നാലും കൊടുങ്കാറ്റ് വന്നാലും ഈ മരത്തിൻ്റെ ഫൈബറിനൊരു പ്രത്യേകതയുണ്ട്, അതിനൊരു ഫ്ലെക്സിബിലിറ്റി, അതിനൊരു അൺബ്രേക്കബിൾ ഒരു ഫ്ലെക്സിബിലിറ്റി അതിനുണ്ട്. ഇറ്റ് വിൽ ബൗൺസ് ബാക്ക്. ഒരു മാനുവൽ ഒരു വെയിങ് മെഷീൻ്റെ പോയിൻ്റർ പോകുന്ന പോലെ ഇറ്റ് വിൽ കം ബാക്ക്. ഇറ്റ് ഹാസ് എ ബൗൺസ് ടു ഇറ്റ്. നിങ്ങളുടെ ജീവിതത്തിൽ ചിലർക്ക് തിരിച്ചടി വന്ന സം ഓഫ് യു ആർ ബെൻഡ് ഓവർ, ബട്ട് യു വിൽ ബൗൺസ് ബാക്ക് ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. പ്രൈസ് ദ ലോർഡ്. ആമീൻ, സ്തോത്രം. അതാണ് ആമീൻ. വി കനോട്ട് ബി ലോക്ക് ഡൗൺ, വി വിൽ ബൗൺസ് ബാക്ക്. പ്രൈസ് ദ ലോർഡ്. ആമീൻ. പന പോലെ ദൈവം നമുക്ക് ആമീൻ മടങ്ങി വരാനൊരു കൃപ നൽകും. ഒരു പെർഫെക്റ്റ് ബൗൺസ് ബാക്ക് അവൻ തരും. പിന്നെ ഈ പനയ്ക്ക് ആരെങ്കിലും വളമിട്ടതായിട്ട് കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് എവർ ഗ്രീൻ. അതുകൊണ്ടാണ് ചില റിസോർട്ടുകളുടെ ഒക്കെ എംബ്ലത്തിനകത്ത് പന നമ്മൾ കാണുന്നത്. ആമീൻ. അത് ഇറ്റ് ഈസ് എ സിമ്പിൾ ഓഫ് റിലാക്സേഷൻ, റെസ്റ്റ് ആൻഡ് പീസ്. അതിനകത്തൊരു ഫ്ലെക്സിബിൾ ഫൈബറുണ്ട്. അതുപോലെ നിങ്ങൾ യു വിൽ ബൗൺസ് ബാക്ക്. പ്രൈസ് ദ ലോർഡ്. ഒരു പ്രോമിസ് കൂടെ ഞാൻ വായിക്കാം. മലയാളത്തിൽ അത് ഐസയ ചാപ്റ്റർ 42:7 ആണ്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ വായിക്കുമ്പോൾ 42:6 ആണ്. അതിങ്ങനെയാണ് മലയാളത്തിൽ 42:7, 42:7. അവൻ എന്നെ നീതിയോടെ വിളിച്ചു, കൈക്ക് പിടിച്ചു, കാക്കും. In English it is 42:6. In Malayalam it is 7. 42:6 in English. I, the Lord, have called you in righteousness. I will take hold of your hand. I will keep you. ഞാൻ നിന്നെ നീതിയോടെ വിളിച്ചു, കൈക്ക് പിടിച്ചു, കാക്കും. അത് യൂജിന പ്രൈസ് എന്ന എഴുത്തുകാരി അതിന് നല്ലൊരു വേർഷൻ പറഞ്ഞു തന്നിട്ടുണ്ട്. മൈ ഹാൻഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സോ ഐ എം സെക്യൂർ. ഏത് അൺസർട്ടനിറ്റി വന്നാലും ആമീൻ എൻ്റെ കരം യേശുവിൻ്റെ കരങ്ങളിലാണ്, അതുകൊണ്ട് എനിക്ക് ഭദ്രതയുണ്ട്. ആമീൻ. മൈ ഡോട്ടേഴ്സ് ഹാൻഡ് ഇൻ ദ ഹാൻഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് സോ ഷീ ഈസ് സെക്യൂർ. My son's hand in the hand of Jesus Christ and so he is secure. And my parents in old age, എനിക്ക് പോയി ഇപ്പോൾ അവരെ ശുശ്രൂഷിക്കാൻ സാധിക്കുന്നില്ലെങ്കിലും പ്രാർത്ഥിക്കുക. ഇഫ് ജീസസ് ഈസ് മൈ ഇമ്മീഡിയറ്റ് റിലേറ്റീവ്, ഇഫ് എറ്റേണിറ്റി ഈസ് ദർ ഇൻ മൈ ഹാർട്ട്, ഹി വിൽ മേക്ക് എവറിത്തിങ് ബ്യൂട്ടിഫുൾ. പെർമനൻ്റ് ഔട്ട്കം, പെർഫെക്റ്റ് ഔട്ട്കം ആൻഡ് ബ്യൂട്ടിഫുൾ ഔട്ട്കം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്തോത്രം. അവൻ സകലവും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവമാണ്. ആമീൻ. ഇതൊരു ട്രൂ സ്റ്റോറിയാണ്. അത് റെൻറ്റൺസ് പ്രയർ ബുക്ക്, ഞാനത് കുറച്ച് കാലം യൂസ് ചെയ്തായിരുന്നു. ഒരു റിട്ടയർഡ് പട്ടക്കാരൻ എനിക്ക് തന്ന റെൻറ്റൺസ് പ്രയർ ബുക്ക്. അതിനകത്ത് റെവറൻ റൊണാൾഡ് ആർദർട്ടൺ എന്ന മനുഷ്യൻ്റെ ഒരു ട്രൂ സ്റ്റോറി എഴുതിയിരിക്കുകയാണ്. അമേരിക്കയിലെ ഒരു ഹില്ലി ഏരിയയിൽ ശുശ്രൂഷിച്ച സമയത്ത് ഒരു വിഡോ, ഒരു സ്ത്രീ, അവർ മോൻ്റെ കൂടെ താമസിച്ചു. മോൻ 8 വയസ്സ്. അപ്പോൾ ഈ സ്ത്രീയുടെ ഒരു ഏർണിംഗ് എന്ന് പറഞ്ഞാൽ ഷീ യൂസ് ടു സ്റ്റിച്ച് കോട്ടൺ കർട്ടൻസ് ആൻഡ് ഷീ യൂസ് ടു റിപ്പയർ കോട്ടൺ ക്ലോത്ത്സ്. അപ്പോൾ വിൻ്റർ കഴിഞ്ഞു, സമ്മർ അടുത്തപ്പോൾ ആളുകളെല്ലാം കൊണ്ടുവന്ന് ഈ റിപ്പയർ ചെയ്യാൻ ക്ലോത്ത്സ്, കർട്ടൺ ക്ലോത്ത്സും എല്ലാം കൊണ്ട് കൊടുത്തു. അപ്പോൾ ഈ ഒരു വുഡൻ ഹൗസാണ്, ഇറ്റ്സ് ആൻ വുഡൻ ഹൗസ് ആൻഡ് സം ഓഫ് ദ റൂംസ് ആർ ഫിൽഡ് വിത്ത് കോട്ടൺ ക്ലോത്ത്സ്. മോന് വേറൊരു ചെറിയ ഒരു കോട്ടേജ് ഇൻഡസ്ട്രി ചെയ്യുന്നുണ്ട്, അത് വാക്സ് കാൻഡിലിൻ്റെ ബിസിനസ്സാണ്. സോ ഇൻ ദിസ് ചീപ്പ്, ഉറപ്പ് കുറവുള്ള ആ ഒരു വുഡൻ ഹൗസിൽ സം ഓഫ് ദ റൂംസ് ആർ ഫിൽഡ് വിത്ത് കോട്ടൺ ക്ലോത്ത്സ്, സം ഓഫ് ദ റൂംസ് ആർ ഫിൽഡ് വിത്ത് വാക്സ് കാൻഡിൽസ്, വാക്സൊക്കെ കൂടിക്കിടക്കുക. അപ്പോൾ ഒരു ഓൾഡ് കെറോസിൻ സ്റ്റൗ ആണ് ആ സ്ത്രീക്കുള്ളത്. പുതിയ ഒരെണ്ണം മേടിക്കാൻ ഒത്തില്ല. അപ്പോൾ അതിനകത്ത് ചായ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൻ സ്കൂളിൽ പോയി. ആ സമയത്ത് പെട്ടെന്ന് ഫോൺ വന്നു സ്കൂളിൽ നിന്ന്. മോന് പനിയാണ്, അതുകൊണ്ട് പെട്ടെന്ന് വരണം, അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ഈ സ്ത്രീ കെറോസിൻ സ്റ്റൗ ഓഫ് ചെയ്തില്ല. കാരണം അത് പിന്നെ ഒന്ന് കത്തിച്ച് കൊണ്ടുവരാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. മാത്രമല്ല പനിയുള്ള കുഞ്ഞിനെ പെട്ടെന്നൊന്ന് കൊണ്ടുവന്ന് ചായ കൊടുത്താൽ അവനൊരു സന്തോഷമായിരിക്കുമല്ലോ. അവിടെ സ്റ്റൗ ഓഫ് ചെയ്തില്ല, സ്റ്റൗ കത്തിയിരിക്കുന്നു. തടിയുണ്ടല്ലോ, ഒരു വീടാണ്. ചില മുറി നിറച്ചും കോട്ടൺ ക്ലോത്താണ്, ചില മുറി നിറച്ചും വാക്സാണ്. സ്കൂളിൽ ചെന്നപ്പോൾ പറഞ്ഞു, അയ്യോ വീട്ടിലോട്ട് കൊണ്ടുപോകല്ലേ, പനി വളരെ കൂടുതലാണ്, ടേക്ക് ഹിം ടു ദ ഹോസ്പിറ്റൽ. ഇപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു, ഇവിടെ ഒരു റീഫർ ഫെസിലിറ്റി ഇല്ല. 1980s സംഭവമാണ്. റീഫർ ഫെസിലിറ്റി ഇല്ല, അതുകൊണ്ട് ടൗണിൽ പോയി 3 മെഡിസിൻസ് വാങ്ങിക്കണം, അതുവരെ കുഞ്ഞിവിടെ കിടക്കട്ടെ. അവിടെ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുക. ഇവിടെ മോൻ ആശുപത്രി കിടക്കുക. മരുന്ന് മേടിക്കാൻ പോയി. അവിടെ ചെന്ന് മരുന്ന് വാങ്ങിച്ചു. കയ്യിലെ പൈസ ഏകദേശമൊക്കെ തീരാറായി. കാറിനകത്ത് മരുന്ന് വെച്ചു, ഡോർ അടച്ച്
ഒരാളെ ഫിനാൻഷ്യൽ ഹെൽപ്പിന് വേണ്ടി ഫോൺ ചെയ്യാൻ വേണ്ടി പോയിട്ട് തിരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ആ കാറിൻ്റെ താക്കോൽ ആ കാറിനകത്തിരിക്കുക. ആ മോഡൽ കാറിനകത്ത് താക്കോൽ അകത്തായി പോയി, ഡോർ അടഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു മെക്കാനിക്ക് വന്നാലേ ആ കാറ് തുറക്കാനൊക്കത്തുള്ളൂ. അവിടെ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുക. ഇവിടെ മോൻ ഹോസ്പിറ്റലാണ്, മരുന്ന് അത്യാവശ്യമാണ്, മരുന്ന് അങ്ങ് ദൂരെ ടൗണിൽ കാറിനകത്തിരിപ്പുണ്ട്, താക്കോലും അകത്താണ്, തുറക്കാൻ വയ്യ. പെട്ടെന്ന് ഒരു 2-3 കോയിൻസ് ബാക്കിയുണ്ട്, അതുകൊണ്ട് ഒരു മെക്കാനിക്കുണ്ട്, കസിൻ വിളിച്ചു, എന്തോ ചെയ്യണം. അപ്പോൾ അവൻ പറഞ്ഞു, നമ്മൾ ഈ ലോണ്ടറി ഷോപ്പിൽ തുണിയൊക്കെ അലക്കാൻ കൊടുക്കുമ്പോൾ അവർ തരുന്ന ഒരു വയർ ഹാങ്ങറുണ്ട്, നൂൽക്കമ്പി കൊണ്ടുള്ള ഒരു ഹാങ്ങറുണ്ട്, അത് എവിടുന്നേലും കിട്ടിയാൽ അതൊന്ന് നൂർത്ത് ഗ്ലാസിൻ്റെ ഇടയിൽ കൂടി ഇട്ട് ഒരു പരിപാടിയുണ്ട്, അത് പറഞ്ഞു തരാം. ആദ്യം വയർ ഹാങ്ങർ അന്വേഷിച്ച് ഒരു വയർ ഹാങ്ങർ വാങ്ങിച്ച്, എന്നിട്ട് അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ ആ മെക്കാനിക്കിനെ വിളിച്ചപ്പോൾ ആ പുള്ളിയുടെ ഫോൺ ഡൗൺ ആയിട്ട് കിടക്കുന്നു. അവിടെ സ്റ്റൗ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. മോന് പനി കൂടുതലായിട്ട് ആശുപത്രിയില്ല, മരുന്ന് ഇതേ കാറിനകത്താണ്, താക്കോലും അകത്താണ്. സ്ത്രീ കരങ്ങളെ മലർത്തി പ്രാർത്ഥിച്ചു. യേശു കർത്താവിനോട് നില തെറ്റുമ്പം വിളിക്കുന്നതിന് നിലവിളി എന്ന് പറയും, നിലവിളിച്ചു. അപ്പോൾ അതേ ഒരു അന്യഗ്രഹ ജീവി വരുന്ന പോലെ ഒരുത്തൻ, ഒരു ഫ്രീക്കൻ വരുന്നു, പുള്ളി ഉടുപ്പ്, പാൻ്റെ ഒരു കാല് മുട്ടുവരെ മറ്റേ കാല് നീണ്ടു കിടക്കുന്നു, തൊപ്പി തലതിരിച്ച് വെച്ചിരിക്കുന്നു, അവിടെ ഇവിടെയും കീറിയിട്ടൊക്കെ ഉണ്ട്. അവനെ കണ്ടിട്ട് പറഞ്ഞു, ദൈവമേ അവിടുന്ന് ഇങ്ങനെ ഒരാളെ അയച്ചല്ലോ, താങ്ക് യു. ചോദിച്ചു, എന്താ ആൻറ്റി കരയുന്ന? അതേ മോനെ, എൻ്റെ കാറ് താക്കോല് കാണാതെ. അവൻ പോക്കറ്റിലിട്ടു. ഒരു 10-12 താക്കോൽ എടുത്തിട്ട് ഒരെണ്ണം ഒറ്റത്തിരി അത് തുറന്നു. അപ്പോൾ ആൻറ്റി പറഞ്ഞു, ഈ സ്ത്രീ പറഞ്ഞു, ഐ നോ യു ആർ ആൻ ഏഞ്ചൽ സെൻഡ് ബൈ ഗോഡ്. എൻ്റെ പൊന്നാൻറ്റി, ഞാൻ ഏഞ്ചലും അല്ല, ഒരു നല്ല മനുഷ്യൻ പോലും അല്ല. കാറ് മോഷണത്തിന് ഞാൻ ജയിലിൽ നിന്ന് ശിക്ഷ കഴിഞ്ഞ് വരിക. ഞാനൊരു തീഫാണ്, കാറിൻ്റെ തീഫാണ്, സ്പെഷ്യലിസ്റ്റാണ്. അപ്പോൾ എന്നാലും നന്ദി പറഞ്ഞു പോയതല്ലേ ദൈവത്തിന്. കൈപൊക്കി പറഞ്ഞു, വെൻ ഐ പ്രേഡ് യു ഹാവ് സെൻഡ് ദ എക്സാക്ട് പ്രൊഫഷണൽ താങ്ക് യു ലോഡ്. എന്നാൽ അത് കഴിഞ്ഞ് മരുന്ന് കൊടുത്തിട്ട് മോന് ഒരു 3 ദിവസം അവിടെ കിടക്കണം. കരഞ്ഞ് നിലവിളിച്ച് കാർ ഓടിക്കുകയാണ്. കാരണം നാട്ടുകാർ വിശ്വസിച്ചേൽപ്പിച്ച തുണിയും മെഴുകും എല്ലാം കത്തിയ ചാരമായി കാണും. ദൂരെ നിന്ന് നോക്കിയപ്പോൾ പുക പൊങ്ങുന്നില്ല, അത് തീർന്നു കാണും, ആഷസായി കാണും. അടുത്ത് ചെന്നപ്പോൾ ഇതേ റൂഫ് കാണാൻ. നേരെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫ്രണ്ടിലെ ഡോറ് തുറന്ന് കിടക്കുന്നു. അകത്ത് കയറിയപ്പോൾ അടുക്കള ഒക്കെ അടിച്ചു വാരിയിട്ട് ധൃതിയല്ലേ, വൃത്തികേടായിട്ട് കിടക്കായിരുന്നു. അതെല്ലാം തൂത്ത് തുടച്ച് അടുക്കി വെച്ചിരിക്കുന്നു. എല്ലാം സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചിരിക്കുന്നു. കലണ്ടറിൽ ഒരു വൈറ്റ് പേപ്പർ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുന്നു. 1 2 3 3 കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു. ഐ ഹാവ് ടേസ്റ്റഡ് യുവർ ടീ, വെരി ബാഡ്, യൂസ് ഗുഡ് ടീ ലീഫ്, ബ്രാക്കറ്റിൽ യൂസ് മെക്സിക്കൻ, ഐ പ്രിഫർ മെക്സിക്കൻ ടീ ലീഫ്. നിൻ്റെ ചായ ഞാൻ രുചിച്ചു നോക്കി, വളരെ മോശം, നല്ല മേൽത്തരമായ തേയില ഉപയോഗിക്കണം എന്ന് ഞാൻ നിന്നെ ഉപദേശിക്കുന്നു. 2 ഐ ഹാവ് സ്വിച്ച്ഡ് ഓഫ് യുവർ സ്റ്റൗ. 3 നെവർ എക്സ്പെക്റ്റ് എ തീഫ് ടു ഡിസിപ്ലിൻ യുവർ കിച്ചൺ അഗെയിൻ. ഇനി ഒരു കള്ളം കയറി വന്ന് നിൻ്റെ അടുക്കള ഇങ്ങനെ അടിച്ച് പെറുക്കി വൃത്തിയാക്കി തരുമെന്ന് നീ പ്രതീക്ഷിക്കരുത്. അത് നിൻ്റെ ഡ്യൂട്ടിയാണ്. 2 പേര് പ്രവർത്തിച്ചു. ഒരു കാർ മോഷ്ടാവ് പ്രവർത്തിച്ചു, ഒരു ഹൗസ് ബ്രേക്കർ ഭവനഭേദനക്കാരൻ പ്രവർത്തിച്ചു. അതിൻ്റെ കൂടെ ദൈവം കൂടെ പ്രവർത്തിച്ചപ്പോൾ റോമൻസ് ചാപ്റ്റർ 8 വേഴ്സ് 28, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും, കൊറോണ വൈറസും ലോക്ക്ഡൗണും കണ്ടെയ്ൻമെൻറ്റ് സോണും എല്ലാം നന്മയ്ക്കായി കൂടി വ്യാപരിക്കും. കണ്ണുകളടയ്ക്കാം. നല്ല കർത്താവേ, മൺമയമായ ഒരു ആയുസ്സിൽ ഞങ്ങളെ അവിടുന്ന് ശേഷിപ്പിച്ചതിനായി സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ തൊഴിലിനെ, ഞങ്ങളുടെ പാർപ്പിടത്തെ, ഞങ്ങളുടെ ഗമനത്തെ, ഞങ്ങളുടെ ആഗമനത്തെ ആമേൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടെങ്കിൽ ആമേൻ ഹെൽപ്പ് us ടു ബൗൺസ് ബാക്ക് ആമേൻ ബൈ യുവർ ഗ്രേസ്. ഞങ്ങളുടെ ശരീരങ്ങൾ ആർക്കും ബാധ്യതയാകാതെ സൗഖ്യത്തെ നൽകണേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.